രാജ്ഭവനിലെ ഭാരതാംബയുടെ ചിത്രം ഇതാണ് വിവാദങ്ങളുടെ തുടക്കം. ആദ്യം അത് മന്ത്രി പി പ്രസാദ്, പിന്നീട് ഇപ്പം വി ശിവൻകുട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതാംബയുടെ ചിത്രം എവിടെ വെക്കാം, എവിടെ വെക്കരുത്, ഇതൊക്കെ സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കുക, അല്ലെ സർക്കാരിലൊരു മന്ത്രിയാണ് തീരുമാനിക്കുക? അതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ മന്ത്രി ഇത്തരം വിഷയങ്ങൾ എന്തിനു മന്ത്രി ടേക്കപ്പ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. കാരണം കേരളത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ കൃഷി വകുപ്പിലാണെങ്കിൽ ആ മന്ത്രിയുടെ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധ്യമല്ലാതെ വരുന്ന സമയത്താണ് അവിടെ പഴയ കാലത്തിന് ഭാരതാംബയുടെ ചിത്രമുണ്ട്. ഈ ഭാരതാംബയുടെ ചിത്രം പുതിയതായിട്ട് ഇപ്പോഴത്തെ ഗവർണറുടെ വെച്ചുള്ള ചിത്രമൊന്നുമല്ല, അതിന് മുന്നേ ചിത്രമൊക്കെ അവിടെ ഉണ്ട്. ഈ ചിത്രങ്ങളെ സംബന്ധിച്ചാണോ തർക്കം എന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. ഈ ചിത്രത്തിലാണോ തർക്കം എന്നുള്ളൊരു പുതിയൊരു നറേഷൻ്റെ ഭാഗമാണ്. കാരണം ഈ ചിത്രം ശരിക്കും ഇവിടെ ഭാരതാംബ എന്ന് പറയുന്ന ഭാരതാംബയുടെ ക്ഷേത്രങ്ങൾ തന്നെയുണ്ട്. ആദ്യത്തെ ക്ഷേത്ര ഉദ്ഘാടനം ചെയ്ത് 1936 മഹാത്മാഗാന്ധിയാണ് അവിടെ കാശി വിദ്യാപീഠത്തിൽ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് അതിനുശേഷം വന്ന 1983 ഒരെണ്ണം വന്നു, അത് ഹരിദ്വാറിലാണ്. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പം ഞാൻ കേട്ട സമയത്ത് ചില കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ തന്നെ ഈ മന്ത്രിമാരെ പിന്താങ്ങിയെന്നൊക്കെയും കേട്ടു. വാസ്തവത്തിൽ ഇവർക്കാർക്കും ചരിത്രം അറിയാത്തതിൻ്റെ പ്രശ്നമാണത്. ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ഷേത്രമുണ്ട്. ഉജ്ജയിനിൽ ക്ഷേത്രമുണ്ട്, ഭാരതമാതാവിൻ്റെ ക്ഷേത്രമുണ്ട്. ഈ പറയുന്ന ക്ഷേത്രങ്ങൾക്കെല്ലാം തന്നെയുള്ളത് കാവ്യ നിറം തന്നെയാണ്. ഈ ഉടുത്തിരിക്കുന്ന സാരികൾ എല്ലാ സ്ഥലത്തും കാവ്യയാണ്. അതിൽ പിടിച്ചിരിക്കുന്ന കൊടി കാവ്യ ഉണ്ടോ എന്നുള്ള മാത്രമാണ് സംശയമുള്ളത്. അതിപ്പോൾ ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുടെ നിറം എന്താ, മുകളിൽ കാവ്യയാണ് വരുന്നത്. അതിനെ ചിലപ്പോൾ കുങ്കുമെന്ന് വിളിക്കുന്നു, അതിന് കാവ്യ എന്ന് വിളിക്കുന്നു, നടുക്ക് വെള്ള വരുന്നു, താഴെ പച്ച വരുന്നു. ഇതിനൊന്നും നിറത്തിൽ മാറ്റമില്ല. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് വേവലാതിയെ ഉണ്ടാകാനായിട്ടൊരു മന്ത്രിക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും മന്ത്രിമാരുടെ പ്രശ്നം, മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിൽ അത്യന്തം പരാജയമായിട്ട് തീരുന്ന സമയത്ത് അവരുണ്ടാകുന്ന പുതിയ ചില നറേഷൻസാണ് ഇത് ശരിക്കത്. ആ നറേഷൻസിൽ മാത്രമേ ഭാരതാംബ എനിക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. കാരണം ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു ശിവൻകുട്ടി ഒന്ന് വ്യക്തമാക്കണം, അല്ലെങ്കിൽ പ്രസാദ് ഒന്ന് വ്യക്തമാക്കണതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മന്ത്രിസഭയെ കുറിച്ച് വ്യക്തമാക്കണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കണം. അവരാരും വ്യക്തമാക്കുന്നില്ലല്ലോ. അവർ ഭാരതാംബ വേണ്ടാന്ന് പറയുന്നു. എന്തുകൊണ്ട് വേണ്ട? എന്താ ഭാരതാംബയുടെ പ്രശ്നമുള്ളത്? അവർക്ക് ഭാരതത്തെ അംഗീകരിക്കാൻ സാധിക്കുമോ? 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായ സമയത്ത് ആ സ്വാതന്ത്ര്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഞങ്ങളിതിനെ അംഗീകരിക്കുന്നില്ല എന്നാണ്. സ്വാതന്ത്ര്യത്തെ അങ്ങനെ 1947 ഇവർ അംഗീകരിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, EMS അതിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മലയാളികളുടെ മാതൃഭൂമിയാണെന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് 17 രാജ്യങ്ങളാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പുസ്തകം പിൻവലിച്ചു. 17 രാജ്യമാക്കണം ഇന്ത്യ എന്ന് ആവശ്യപ്പെട്ട ആളാണ് ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആ നമ്പൂതിരിപ്പാടിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് ശിവൻകുട്ടി. പിന്നെ ആകെയുള്ള ഒറ്റ ഗുണം മാത്രമേ ഉള്ളൂ, നമ്പൂതിരിപ്പാടിന് ബുദ്ധിയുണ്ട്, ശിവൻകുട്ടിക്ക് നമുക്ക് ആരോപണം പറ്റില്ല. കാരണം ഞാനിടയ്ക്ക് കൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു, ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യന് കേരളത്തിൻ്റെ ഗവർണറുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നുള്ള പേര് തെറ്റുകൂടാതെ ഒരു വട്ടം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും പോലും പറയാൻ കഴിയുന്നില്ല, അത് സാധ്യമല്ല. കാരണം 9385 എന്ന് പറയുന്ന ആളായി പുള്ളി. കേരളത്തിൽ വിദ്യാർത്ഥികൾ സാധാരണ രീതിയിൽ അവർ വിജയിച്ചു കഴിഞ്ഞ സമയത്ത് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവുന്ന സമയത്ത് വളരെ കൗതുകത്തോടുകൂടി കൊണ്ട് രസത്തോടുകൂടി കൊണ്ട് കേൾക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ സാധാരണ കേൾക്കാൻ പോകാറുണ്ട്. കാരണം അവിടെ ഈ ശിവൻകുട്ടിയാണ് പറയുക, എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഉറപ്പായിരിക്കും. അപ്പോൾ ശിവൻകുട്ടിക്ക് മണ്ടത്തരം പറയാതിരിക്കാനേ സാധ്യമല്ല. അങ്ങനെയുള്ളൊരു മന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വിദ്യാർത്ഥികളടക്കം ഒരു സ്ഥാനം കൊടുക്കാറില്ല. അവർക്ക് വളരെ തമാശയായിട്ട് എടുക്കാറ്. അപ്പം അങ്ങനത്തെ ഒരു തമാശക്കാരനായിരിക്കണോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ളതാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതാംബയെക്കുറിച്ച് അറിയില്ല. ഈ ഭാരതാംബയുടെ ചിത്രം ആദ്യം ആരാ വരച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് എന്നുള്ളവരും ഇദ്ദേഹത്തിന് നിശ്ചയമില്ല. കാരണം അന്ന് വരച്ച സമയത്ത് വേറൊന്നും കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതിനകത്ത് പൂർണ്ണമായിട്ട് കാവ്യ നിറവൊന്നുമില്ല, അന്ന് പൂർണ്ണമായിട്ട് കാവ്യാണ് വരച്ചത്. ഈ ചിത്രം വരച്ച് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അതൊന്ന് ആനന്ദമഠം എന്ന് പറയുന്ന നോവലുണ്ട്, ബങ്കിം ചന്ദ്ര ചർച്ചിലിൻ നോവല്. ആ നോവലിൻ്റെ ഭാഗമായിട്ട് വരച്ചതാണത്. ഇന്ന് മാത്രമല്ല, ആ ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഭാരതത്തിലുണ്ടാകുന്ന ഒരു ദേശീയ വികാരമുണ്ടായിരുന്നു. അപ്പൊ ദേശീയത എന്ന് പറയുന്ന ഒറ്റ വികാരത്തിൽ ജനങ്ങൾ ഒന്ന് സംഘടിക്കുക, ഒന്നിച്ചു ചേരുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ചിത്രത്തിന്റെ ഉദ്ദേശം അതാണ്, ആനന്ദമഠം എന്ന് പറയുന്ന നോവലിന്റെ ഉദ്ദേശം അതാണ്. ഈ രണ്ട് സംഗതികളെ എങ്ങനെയാണ് ശിവൻകുട്ടിക്ക് മനസ്സിലാവുക?
ശിവൻകുട്ടി നോവൽ വായിച്ചിട്ടുണ്ടാവില്ല, ആനന്ദമഠം വായിച്ചു കാണുന്ന യാതൊരു തരമില്ല. അതുകൊണ്ട് തന്നെ ആനന്ദമഠത്തിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിരിക്കുന്ന ഭവനടങ്ങുന്ന സന്യാസി പരമ്പരയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് നിശ്ചയമില്ല. ഈ സന്യാസി പരമ്പരയെ കൊണ്ടാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിനകത്ത് കാവ്യനിറാണ് വരിക. പിന്നെ ഇവർ ചിലർ ഉന്നയിക്കുന്ന വാദമുണ്ട് ആ ചിത്രം ഭാരതത്തിൻ്റെതാണെന്നുള്ളത്. ഇതെങ്ങനെയാണ് പറയുക? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭാരതത്തിൻ്റെ ചിത്രം എന്താ? ഒന്ന് ദേശീയ ഗാനം നമ്മൾ ആലോചിച്ച് നോക്കട്ടെ. കേരളത്തിന്റെ മുഖ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ദേശീയ ഗാനം നിശ്ചയമുണ്ടോ? അതിനകത്ത് എന്താ പറയുന്നത്? പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ്, ഉത്കല, ബംഗ എന്നാ പറയുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിനകത്തുള്ളത്. ഇതൊന്നും ശിവൻകുട്ടിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാര്യം ശിവൻകുട്ടി ദേശീയ ഗാനം കേട്ടിട്ടില്ല. ശിവൻകുട്ടി ദേശീയ ഗാനം ആലപിക്കുന്ന ആളല്ല. ദേശീയ ഗാനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാവില്ല. ആ തരം ചില ആളുകൾ നടത്തുന്ന ഒരു ജൽപ്പനം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഈ ഭാരതമാതാവിൻ്റെ വിവാദത്തിനകത്ത് കഴമ്പുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ദേശീയ പതാകയിൽ ഒരു കളറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശീയ പതാക ഒഴിവാക്കണം, പഞ്ചാബ്, സിന്ധ് എന്നൊക്കെ പറയുന്ന പാകിസ്ഥാനിൽ വന്നുകൊണ്ട് ഇനി ദേശീയ ഗാനം ഒഴിവാക്കണം എന്നൊക്കെ പറയുമോ ഇനി മന്ത്രിമാർ? പറഞ്ഞുകൂടെയില്ല. കാര്യം ഇത് പറഞ്ഞു കൊടുക്കുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് പറയുന്നതാണേ. ഇപ്പൊ ശിവൻകുട്ടിയുടെ വീസ അന്ന് അസംബ്ലിക്കകത്ത് ടിയാൻ അവിടെ മുണ്ടൊക്കെ മടക്കി കുത്തിട്ട് ഇതിന്റെ മുകളിൽ നമ്മുടെ ഡെസ്കിന്റെ മുകളിൽ ഓടിച്ചാടി കളിച്ചിരുന്നു. ഇതാണ് അതിന്റെ സ്വഭാവം. പക്ഷെ പിന്നീട് പെട്ടെന്ന് ബോധം കിട്ടുമല്ലോ. പെട്ടെന്ന് ബോധം കിട്ടു പോകുകയല്ലേ. അതിൽ സാധാരണ ഇതില് നമ്മൾക്ക് ഈ നാട്ടിൻപുറത്ത് ചില ആളുകൾ ഈ കള്ളു കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ തെറി പറയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് വലിയ ലൈസൻസ് എല്ലാവരും കൊടുക്കുക. സമാനമായിട്ടുള്ള മുഖമല്ലേ അയാളുടെ? ഒന്ന് ശിവൻകുട്ടിയുടെ മുഖം നമ്മൾ സങ്കല്പിച്ച് നോക്ക്. സാധാരണ നാട്ടിൻപുറത്ത് മദ്യപിച്ച് ആളുകളെ തെറി പറയുന്ന ചില മദ്യപാനികളുടെ സ്വഭാവം തന്നെയാണ് ശിവൻകുട്ടിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് ശിവൻകുട്ടിക്ക് ഈ പറയുന്ന ഒരു ഭാഷയും മനസ്സിലാവില്ല. അദ്ദേഹത്തിന് ദേശീയ ഗാനം മനസ്സിലാവില്ല. അദ്ദേഹത്തിന് ദേശീയ ഗീതം മനസ്സിലാവണം നിർബന്ധമില്ല. ഭാരതത്തിന് ദേശീയ പതാകയെക്കുറിച്ച് ധാരണ ഉണ്ടാവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാരതാംബ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതിനകത്ത് ഒരു വിവാദമുണ്ടാക്കുക, ഞാൻ ഈ വകുപ്പിന്റെ മന്ത്രിയാണെന്നുള്ളവരെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു പ്രാധാന്യം അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബൗദ്ധികമായിരിക്കുന്ന ഒരു നിലവാരവും ഇല്ലാത്തൊരു മനുഷ്യനാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്ക്, ഓരോ വർഷം ചെല്ലുന്തോറും കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം യുവാക്കൾ മുഴുവൻ വിദേശത്തേക്ക് പോവുകയാണ്. 50 ലക്ഷം യുവാക്കളെയാണ് കേരളത്തിൽ നിന്ന് പുറന്തള്ളിയിരിക്കുന്നത്. അവർ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി, അവർ UAE ജോലിക്ക് വേണ്ടി പോയി. ലോകത്തെ എല്ലാ സ്ഥലത്തും ഡിഗ്രി തലത്തിൽ വരെ ജോലിക്ക് വേണ്ടിയിട്ട് മലയാളി വിദ്യാർത്ഥികൾ പോകുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മളുടെ കേരളത്തിൽ കുറേ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താ അതിൻ്റെ അവസ്ഥ? അവിടെ സീറ്റുകളൊക്കെ ബാക്കിയാണല്ലോ, കാലിയാണല്ലോ. എറണാകുളത്ത് മഹാരാജാസ് കോളേജ് അടക്കമുള്ള കോളേജിലൊന്ന് പോയി നോക്കൂ, അവിടെ സീറ്റുകൾ ബാക്കിയാണ്. ഈ സീറ്റുകളൊക്കെ ബാക്കിയാകാൻ കാരണം നിലവാരമില്ലാത്ത അധ്യാപകര്, നിലവാരമില്ലാത്ത വൈസ് ചാൻസലർമാര്, ഒട്ടും നിലവാരമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഇവരെല്ലാം കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ഈ തീരുമാനത്തോട് കേരളത്തിന്റെ യുവത ഒരു തരത്തിലും അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. അവർക്ക് ശക്തമായ എതിർപ്പുണ്ട്. അവരാ എതിർപ്പുള്ളതിൻ്റെ പേരിൽ ഡിഗ്രി തലത്തിലെ ഒരു വിദ്യാഭ്യാസവും ഇല്ല എന്ന് പറയുന്ന UK പോകാൻ അവർ തയ്യാറാണ്. UK വിദ്യാഭ്യാസ നിലവാരം കുറവാണെന്ന് അവർക്കറിയാം. ആ കുറവായിട്ടുള്ള UK 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ട് UK പോകാനുള്ള കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തകർച്ച കൊണ്ടാണ്. അപ്പോൾ ഓരോ രാജ്യത്തും ഇത്തരത്തിലുള്ള ബിംബങ്ങൾ, ഫോട്ടോകൾ, ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കി ഗവർണറെ ഒരു ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുക, അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കഴമ്പില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ഗവർണർ പ്രത്യേകിച്ച് ഒരുപക്ഷെ മുൻ ഗവർണറെ സംബന്ധിക്കുന്ന ചില തർക്കങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങളിൽ കടുംപിടുത്തം പിടിച്ചു എന്നൊക്കെ ഇവർ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തമായ ചില നയങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടെന്ന് പറഞ്ഞു. പുതിയ ഗവർണർ അങ്ങനെയൊന്നുമില്ല, വളരെ സാത്വികനാണ്, വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അദ്ദേഹത്തിന് പഴയ ഗവർണറെ പോലെ നല്ല കാര്യവിവരമുള്ള ആളാണ്, നല്ല മികച്ച വായനയുള്ള ആളാണ്, ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഗവർണർ, വളരെ ശാന്തനായിരിക്കുന്ന ഗവർണറെ പോലും പ്രകോപിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മന്ത്രിമാർ ശ്രമിക്കുന്നത്. കേരളത്തിലെ മന്ത്രിമാരുടെ ശ്രമം ഗവർണറെ പ്രകോപിപ്പിക്കുക, സ്പീക്കറെ പ്രകോപിപ്പിക്കുക. അതിൽ നിവൃത്തിയില്ല. ഇപ്പോൾ ഷംസീറാണ്, പ്രകോപിപ്പിക്കാൻ 10 കാശ് അതിനകത്ത് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ ആരെല്ലാം കേന്ദ്രമന്ത്രിമാരോ ഗവർണറോ അടങ്ങുന്ന ആളുകൾ രാഷ്ട്രപതിയെ പ്രകോപിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു നോക്കുക, കോടതികളെ പ്രകോപിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ പ്രകോപനം കൊണ്ട് ഭരണത്തിന്റെ കെടുകാര്യസ്ഥതകളെ മുഴുവനായിട്ട് മറച്ചു വയ്ക്കുന്ന സമീപനമാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരെ അനുവർത്തിക്കുന്നത്. ശരിക്കതാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ ഗവർണറെ പ്രകോപിപ്പിക്കാൻ സാമാന്യ പ്രയാസമാണ്.
അദ്ദേഹത്തെ പോലും പ്രകോപിപ്പിക്കാൻ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ രാജ്ഭവനിൽ തന്നെ വെച്ചിട്ടുള്ള ഫോട്ടോയാണത്. ആ രാജ്ഭവനിലെ ഫോട്ടോ എടുത്ത് മാറണം. നിങ്ങളുടെ ഓഫീസിലിരിക്കുന്ന, ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഈ സ്റ്റുഡിയോയ്ക്ക് ഇരിക്കുന്ന ഈ ഫോട്ടോ എടുത്ത് മാറ്റണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വിവരക്കേടല്ലാന്നുള്ളതല്ലാതെ ഉണ്ട്, അതിനകത്ത് മറ്റൊന്നുമില്ല. ഈ വിവരക്കേടാണ് ശിവൻകുട്ടി കാണിക്കുന്നത്. ഇതേ വിവരക്കേടാണ് പി പ്രസാദ് കാണിക്കുന്നത്. കാരണം പ്രസാദൊക്കെ തന്നെ അടക്കമുള്ളവർ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. 1962 CPIയും CPIയുമായിട്ട് പിളർന്നിരുന്നു. ആ സമയത്ത് SA ഡാംഗെ ഇടതന്മാർ വിളിച്ച പേരെന്ന് വെച്ചാൽ വേദാന്തി ഡാംഗെ എന്നാ. അതിന് കാരണം ഇവരെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കേദാമോദരനടക്കമുള്ള ആളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവ്. ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാരണമെന്ന് പറഞ്ഞ ദാമോദരനും PC ജോഷിയും അവർ ജീവിച്ചിരുന്ന ആളാണിത്. അവരെങ്ങനെയാണ് പറഞ്ഞേ? അതുകൊണ്ടാണ് അവർ JNUവിൽ പഠിക്കാൻ അതിൻ്റെ ഒരു റിസർച്ച് പേപ്പർ തയ്യാറാക്കേണ്ടവർ. ആ റിസർച്ച് പേപ്പർ അവർ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതിനു മറ്റും രണ്ടുപേരും കാലയവനിക്കുള്ളിൽ മറഞ്ഞു. അത് ഇന്നും പുറത്തു വന്നിട്ടില്ല. ആ പേപ്പർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ ഭാരതത്തോട് ചേർന്ന് നിൽക്കണം, ഭാരതത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തണം. ഈ ആത്മാവിനെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഭാരതാംബ. അത് ഈ തരത്തിൽ അടിപിടിക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. എൻ്റെ ധാരണ ഉള്ളത്, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുള്ള അവർ പൂർത്തിയാക്കാത്ത ആ റിസർച്ച് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ പുറത്തെടുത്തുകൊണ്ട് ഇവർ ആ പേപ്പർ ഒരു വട്ടം കമ്മ്യൂണിസ്റ്റുകാർ വായിക്കണമെന്നാണ് ഈ കാര്യത്തിൽ എൻ്റെ അപേക്ഷ ഉള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.